BMW 2 Series Grand Coupe ഡ്രൈവിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ചെന്നൈയിലാണ്. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. സോ ആദ്യം തന്നെ ഈ ഒരു വാഹത്തിൻ്റെ കിഡ്നി ഗ്രില്ലിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ കിഡ്നി ഗ്രില്ലിൻ്റെ സൈസിൻ്റെ അകത്ത് മാറ്റമുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഈ രണ്ട് സംഭവങ്ങൾ വരുന്നതിൻ്റെ അകത്ത് വരുന്ന അഡാസിൻ്റെ റഡാസാണ്. അപ്പോൾ റഡാസ് ഇവിടെ വരുമ്പോൾ സംഭവം ഒരു ഭംഗിയുടെ എലമെൻറ്റ് കൂടിയാണ്. അത് മാത്രമല്ല കുറച്ചും കൂടി ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി കൂടിയിട്ടാണ്. ഇവിടെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു ക്യാമറ കാണാൻ സാധിക്കും. അതിനുശേഷം ബമ്പറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ Gen 1 വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ബമ്പേഴ്സ് കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. അപ്പോൾ ബമ്പേഴ്സിൻ്റെ കൂടെ ഇതിൻ്റെ ഹെഡ് ലാമ്പ്സിലും ആ ഒരു റീഡിസൈൻ എലമെൻറ്റ്സ് കാണാൻ സാധിക്കും. BMW LED ആണ്. സോ ഈ ഒരു LED അകത്ത് കുറച്ചും കൂടി ഫംഗ്ഷനാലിറ്റി കൂടുതലാണ്. പിന്നെ ഇങ്ങനത്തെ വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ ഓടിക്കും. സോ വിസിബിലിറ്റിക്ക് ഒരു കുഴപ്പം വരാൻ പാടില്ല. അനുസരിച്ചിൻ്റെ അകത്ത് അഡാപ്റ്റീവ് ലൈറ്റ്സും കൂടി കൊടുത്തിട്ടുണ്ട്. BMW 2 Series Grand Coupe Gen 2 അകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഫൈലാണ്. ഇനി ടയർ സൈസിൽ മാറ്റമുണ്ട്. Gen 1 അതൊരു 17 ഇഞ്ച് ആണെങ്കിൽ Gen 2 എത്തിയപ്പോൾ അത് 18 ആണ്. അലോയ്സിൻ്റെ പാറ്റേണിൽ മാറ്റമുണ്ട്. M Sport അലോയ്സ് ആണ് വരുന്നത്. ഇവിടെ M Sportനൊരു ബാജിങ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ORVൻ്റെ അകത്ത് നമുക്ക് ഇതിനകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഇതിനകത്ത് അഡാപ്റ്റബിൾ മിറേഴ്സാണ്. അതായത് നമ്മൾ വാഹനം റിവേഴ്സിലൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ മിറർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആംഗിൾക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഫ്രെയിംലെസ് വിൻഡോസ് ആണ്. അപ്പോൾ ഫ്രെയിംലെസ് വിൻഡോസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ തുറക്കുമ്പോൾ താഴും, അടയ്ക്കുമ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് മുകളിലോട്ട് പോകും. അതിൻ്റെ റീസൺ എന്താണെന്ന് മിക്ക ആൾക്കറിയാം. അറിയാത്തവർക്ക് നോർമലി ഫ്രെയിംലെസ് വിൻഡോസ് തുറന്ന് അടയ്ക്കുമ്പോൾ അവിടെ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യും അകത്ത്. സോ ആ ഒരു പ്രഷർ കാരണം തന്നെ ചില സമയത്ത് ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനൊന്ന് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടയ്ക്കുന്ന ആ ഒരു 1-2 സെക്കൻഡ് താഴ്ന്നിരിക്കും. ആ ഒരു പ്രഷറിൽ നിന്ന് ആ കാറ്റ് അല്ലെങ്കിൽ എയർ റിലീസ് ചെയ്തതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി മുകളിൽ പോയി അടയും. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ജനറേഷൻ 2ൻ്റെ അകത്ത് 2 മാറ്റങ്ങളാണ് മെയിൻലി വന്നിട്ടുള്ളത്. ഒന്ന്, ഈ വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ക്ലസ്റ്റർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. എനിക്കത് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. പിന്നെ കണക്റ്റഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ബമ്പേഴ്സ് കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസും കൂടി നോക്കാം. അറൗണ്ട് ഒരു 420 ലിറ്റർ പ്ലസ് ബൂട്ട് സ്പേസ് ഉണ്ട്. അതായത് ഒരു ഫാമിലിക്ക്, ഒരു ചെറിയ ഫാമിലിക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ വെക്കാവുന്ന ലഗേജസ് ഒക്കെ വെച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ പവേർഡായിട്ടുള്ളൊന്നുമില്ല. നമ്മൾ മാനുവലി തന്നെ ഇതിൻ്റെ ടെയിൽ ഗേറ്റ് ക്ലോസ് ചെയ്യണം. Gen 1 വെച്ച് നോക്കുമ്പോൾ Gen 2ൻ്റെ അകത്ത് വന്ന മാറ്റങ്ങൾ ആക്ച്വലി ഫുൾ മാറ്റങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡാഷ്ബോർഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ചൊരു ക്വാക്കിയാണ് ഇതിൻ്റെ ഡിസൈൻസ്. അതിൻ്റെ അകത്ത് 2 സ്ക്രീൻസാണ് വരുന്നത്. അപ്പോൾ ഒരു സ്ക്രീൻ വന്നിട്ട് 10.25 ഇഞ്ചും അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ വരുന്നത് 10.7 ഇഞ്ചിൻ്റെയാണ്. ഈ ഒരു കൺസോൾ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് അവൈലബിൾ ആണ്. അതുപോലെ ഡിഫോഗർ ഫ്രണ്ടും റിയർ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവ് സെലക്ടർ ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഡ്രൈവ് സെലക്ടറിൻ്റെ വലുപ്പം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓട്ടോ പാർക്ക് അവൈലബിൾ ആണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ 360 ഡിഗ്രി പാർക്കിംഗ് ആക്ച്വലി ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് റിവേഴ്സ് അസിസ്റ്റ് ഉണ്ട്. അതായത് 50 മീറ്റർ ഓട്ടോമാറ്റിക്കലി വണ്ടി ഓർത്ത് വയ്ക്കും. സോ ദാറ്റ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു സീരീസിനും കൂടി ഇത് വരുമ്പോൾ കുറച്ചുകൂടി പ്രീമിയം ആവുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഭയങ്കര ഹഗ് ചെയ്യുന്ന സീറ്റ്സാണ്. അപ്പോൾ ഇങ്ങനെ ഹഗ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് നൽകും. അതുമാത്രമല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന അണ്ടർ തൈ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഡ്രൈവറും കോ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ഈ മാത്രത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എൻ്റെ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ പ്രത്യേകത പ്രോപ്പറായിട്ടുള്ള റൗണ്ടാണ്. M Sport സ്റ്റിയറിംഗ് ആണ്. കൺട്രോൾസൊക്കെ ആക്ച്വലി പ്രാക്ടിക്കലി നമുക്ക് ഭയങ്കര എളുപ്പമാണ്. M Sportൻ്റെ ഒരു ബാജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ബൂസ്റ്റർ മോഡ് അവൈലബിൾ ആണ്. സോ പാഡൽ ഷിഫ്റ്റേഴ്സിനകത്ത് നമുക്ക് പെട്ടെന്നൊരു പവർ വേണ്ട സമയത്ത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ബൂസ്റ്ററിന് ഒരു കുറച്ച് നേരം അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡിലേക്ക് നമുക്ക് പവർ കിട്ടും. സോ ആ ഒരു പവർ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ടും ഡ്രൈവിൽ നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കംഫർട്ട് പോർഷൻ. ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അണ്ടർ തൈയിൽ ഇവിടെ ചെറിയ എക്സ്റ്റൻഷൻ വന്നെങ്കിൽ പോലും ചെറുതായിട്ട് അത് ലാക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ആ ഒരു സ്ലാൻഡിങ് ആംഗിൾ എന്ന് പറഞ്ഞ് കുറച്ചുകൂടി സ്ട്രേറ്റ് ആണ്. സോ നമ്മൾ അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇനി മൂന്നാമത്തെ കേസ്, എൻ്റെ തല ആക്ച്വലി ഇവിടെ തട്ടുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആണ്. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ കാലുകളകത്ത് ഇൻസേർട്ട് ചെയ്ത് വെക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഒരു ചെറിയ ദൂരം, അതായത് ഒരു 200 കിലോമീറ്ററൊക്കെ നമുക്ക് ഇവിടുന്ന് ഈ പോകുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ക്ലോസ്ട്രോഫോബിക് ഫീൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. കാരണം എൻ്റെ അകത്ത് ഒരു പാനോറാമിക് സൺറൂഫ് വരുന്നുണ്ട്. ആ ഒരു സംഭവം മാറി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്യൂണിറ്റീസ് നോക്കാം. അപ്പോൾ ബേസിക്കലി എല്ലാ വാഹനത്തിലും വരുന്ന പോലെ തന്നെ നമുക്ക് റിയറിലൊരു AC വരുന്നുണ്ട്. ഇത് 12 സോണാണ്. അപ്പോൾ 3 സോൺ അല്ലാത്തതുകൊണ്ട് 2 സോൺ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. USB-C കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി എല്ലാ ജർമ്മൻ വണ്ടിയിൽ വരുന്ന പോലെ വലിയൊരു ലംപ് ഉണ്ട്. സോ തേർഡ് പേഴ്സൺ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോനെ കുറിച്ച്. ഞാൻ സ്പോർട്ട് മോഡിലിട്ടു. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാം. ലിറ്ററലി ഞാൻ ഹാപ്പിയാണ്. ഇനി എനിക്ക് കുറച്ചുകൂടി ഹാപ്പിനെസ് വേണമെങ്കിൽ ഈ ഒരു ബൂസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലെ ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് ഒരു 3 സെക്കൻഡ് പിടിച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ആയി. പിന്നെ അങ്ങോട്ടത് വലിച്ച് പൊക്കോളും. 150-160 ഒക്കെ ഇതിന് ഒരു വലിയ വിഷയമേ അല്ല. അപ്പോൾ നമ്മൾ ലീഗൽ സ്പീഡിലേക്ക് തിരിച്ചു വന്നു. സോ
ഇതിൻ്റെ മുമ്പത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് എന്താണ് വലിയ മാറ്റം? സോ പവറിൽ ഒരു മാറ്റമില്ല. ഇനി ഞാൻ സ്പെക്കിനെ കുറിച്ച് പറയാം. 1.5 ലിറ്ററാണ്, 3 സിലിണ്ടറാണ്, പക്ഷേ ട്വിൻ ടർബോ ആണ്. അപ്പോൾ ട്വിൻ ടർബോ വരുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ആ ഒരു പവറിന് കുറവ് വരാത്ത. ഇനി ഹെൽത്തി ആയിട്ടുള്ള ഫിഗേഴ്സാണ്. ഏകദേശം നമുക്കൊരു 230 ന്യൂട്ടൺ ഓഫ് ടോർക്കും അതുപോലെ 156 bhp ഓഫ് പവറും ഉണ്ട്. സോ നമുക്ക് ഈ വാഹനത്തിന് നല്ല രസകരമായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. ഇനി 0 to 100 ഒക്കെ ക്ലോക്ക് ചെയ്യണമെങ്കിൽ ഒരു 8.6 സെക്കൻഡ്സിൽ നമുക്ക് ക്ലോക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 230 വരെ നമുക്ക് ഓടിക്കാൻ സാധിക്കും. ഭയങ്കര ചങ്കി ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഹോൾഡ് ചെയ്യാനായിട്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ റൗണ്ടഡ് സ്റ്റിയറിങ്സ് റാദർ തന്നെ ഫ്ലാറ്റ് ബോട്ടം. സോ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിസൈസ് ആണ് ഒബ്വിയസ്ലി. അതുമാത്രമല്ല നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകും. ഈ വണ്ടി നമ്മളിപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തെങ്കിൽ പോലും വണ്ടി സ്പീഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തരും. ബ്രേക്കിങ്ങിൻ്റെ അകത്ത് റീകാലിബ്രേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ പവർ അനുസരിച്ചാണ് അത് റീകാലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്രേക്കിങ്ങിൽ മാത്രമല്ല, നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ ഡൈനാമിക്സ് ആസ് യൂഷ്വൽ നമുക്കത് ഫീൽ ചെയ്യും. പക്ഷേ അതല്ലാതെ നമുക്ക് കുറച്ചും കൂടി റൈഡ് കംഫർട്ട് കൂടിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഇതിനകത്ത് വരുന്ന സസ്പെൻഷനിൽ ഇപ്പോൾ സസ്പെൻഷനിലെ ട്യൂണിങ് വ്യത്യാസമുണ്ട്, ഡാമ്പേഴ്സിൽ ആ ഒരു ട്യൂണിങ് വ്യത്യാസമുണ്ട്. അത് കാരണം തന്നെ നമുക്കത് കുറച്ചും കൂടി രസമാണ് ഓടിക്കാൻ. ഈവൻ കമ്പയർ ചെയ്യുമ്പോൾ ജെൻ വണ്ടിൻ്റെ അകത്തുള്ള ടയർ സൈസ് 17 ഇഞ്ച് ആണെങ്കിൽ ഇതിപ്പോൾ 18 ഇഞ്ചായി. അപ്പോൾ ഓബ്വിയസ്ലി അങ്ങനെ ടയർ വലിപ്പം കൂടുമ്പോൾ മിക്ക ആളുകളും പറയുന്നത് വെച്ചാൽ റൈഡ് കംഫർട്ട് കുറയുക ചെയ്യുക. പക്ഷേ റൈഡ് കംഫർട്ട് കൂടിയിട്ടുണ്ട് ജസ്റ്റ് ബിക്കോസ് ഇതിൻ്റെ ഡാമ്പിങ്ങും സസ്പെൻഷനും റീട്യൂൺഡാണ്. സോ എന്താണ് BMW 2 സീരീസ് ഗ്രാൻഡ് കൂപ്പയുടെ ഫൈനൽ വേർഡിക്റ്റ്? സോ ബേസിക്കലി BMW ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 40 ഇയേഴ്സിൻ്റെ താഴെയാണ്, നിങ്ങൾക്ക് വലിയൊരു ഫാമിലി ഒന്നുമില്ല, നിങ്ങളൊന്ന് പുതുതായിട്ട് കല്യാണം കഴിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ജോബിന് കയറിയതാണ്, നിങ്ങൾക്ക് ആവറേജ് മോശമല്ലാത്ത പൈസ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്, അതായത് ഈ ഒരു സീറ്റിലോടാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ BMW 2 സീരീസ് ഗ്രാൻഡ് കൂപ്പേ വാങ്ങണം എന്നാണ് ഞാൻ